റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മുസ്ലിം ലീഗിലെ വനിതാ സ്ഥാനാർത്ഥിക്കെതിരെ സമസ്ത. ജനറൽ സീറ്റിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നതോട് സമസ്തയ്ക്ക് യോജിപ്പില്ല എന്ന് മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം പറഞ്ഞു. സംവരണ സീറ്റിൽ വനിതകളെ മത്സരിപ്പിക്കുന്നതിനാണ് ലീഗിന് സമസ്ത അനുവാദം നൽകിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും മാറ്റി നിർത്തണം. അവരുമായുള്ള രാഷ്ട്രീയ മത്സരം ശരിയല്ല. സമസ്തയ്ക്കൊപ്പം നിൽക്കുന്നതാണ് ലീഗിന് നല്ലത്. 10 വർഷത്തെ ഇടതു ഭരണത്തിൽ മുസ്ലിം സംഘടനകൾക്ക് പരിഗണന ലഭിച്ചിട്ടുണ്ട് എന്നും ഭരണത്തെക്കുറിച്ച് പരാതികളില്ല എന്നും മുക്കം ഉമർ ഫൈസി പറഞ്ഞു. കൂടുതൽ സീറ്റുകൾ സംവരണം സ്ത്രീകൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ അന്നത്തെ നേതാക്കൾ സമസ്തയോട് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം ചോദിച്ചിരുന്നു. സംവരണ സീറ്റുകളിൽ നിർബന്ധമായ ഒരവസ്ഥ വന്നതുകൊണ്ട് സ്ത്രീകളെ നിർത്താമെന്നും ജനറൽ സീറ്റുകളിൽ അത് അനുവദിക്കേണ്ടതില്ല എന്നുമുള്ള മറുപടിയാണ് കൊടുത്തുള്ളത്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് തുടർന്നു പോകുന്നത്. ഇപ്പൊ അതിനൊക്കെ മാറ്റം കാണുന്നുണ്ട്. അത് സമസ്തയുടെ തത്വവുമായിട്ട് യോജിച്ചൊരു സംഗതിയല്ല എന്നുകൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എല്ലാത്തിടത്തും നിർത്തണ്ട എന്നാണല്ലോ അതിന്റെ അർത്ഥം. പ്രാപ്തരായ ആണുങ്ങൾ കുറെ ഉണ്ടല്ലോ, അവരെ തന്നെ നിർത്തിയാൽ മതി എന്നുള്ള നിലക്കാണ് സമസ്ത അനുവാദം കൊടുത്തത്. സമസ്തയോട് കൂടെ നിൽക്കണം, സമസ്ത തീരുമാനത്തോടു കൂടെ നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷം ജനങ്ങളും സമസ്തയുടെ ആളുകളാണ്. അവരുടെ ആദർശത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഒരു മുസ്ലിം സംഘടനയ്ക്ക് യോജിച്ചതല്ല. VS രഞ്ജിത്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. രഞ്ജിത്ത്, സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗിന്റേതു തന്നെയാണല്ലോ അല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സമസ്തയുടെ വാക്കുകൾ കേൾക്കുന്നതാണ് മുസ്ലിം ലീഗിന് നല്ലത് എന്നതൊരു മുന്നറിയിപ്പിന്റെ സ്വരമായി വേണമെങ്കിൽ നമുക്ക് കേൾക്കാം. ലീഗിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മാത്രമല്ല, ഈ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇടത് ഭരണത്തിന് സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കുന്നുണ്ട് സമസ്ത. അത് തീർച്ചയായിട്ടും ആ ഒരു പരാമർശത്തിൽ വൈരുദ്ധ്യമുണ്ട്. ഏതായാലും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിമർശനമാണ്. അത് മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സ്വാഭാവികമായിട്ടും അതിനെ തള്ളിക്കൊണ്ട് പോകേണ്ടി വരും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു. നൂർബിന റഷീദായിരുന്നു. കോഴിക്കോട് സൗത്തിൽ നൂർബിന പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത്തവണ 2 വനിതകളെ മത്സരിപ്പിക്കുന്നു. ഒന്ന് കുത്തുപറമ്പിൽ ജയന്തി രാജൻ, മറ്റൊന്ന് ഫാത്തിമ തെഹലിയ പേരാമ്പ്രയിൽ. സ്വാഭാവികമായിട്ടും ഇതിൽ സമസ്തയ്ക്ക് എതിർപ്പുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ എതിർപ്പ് വളരെ പരസ്യമായി ഒരു മുഷാവറ അംഗം എടുത്ത് പറയുകയാണ്. അവർ കൃത്യമായി പറയുന്നത്, നേരത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംവരണം ഉണ്ടായപ്പോഴാണ് സമസ്തയെ ലീഗ് ബന്ധപ്പെടുകയും ഈ സംവരണ സീറ്റിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നതിന് അനുമതി ചോദിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ സംവരണ സീറ്റിൽ മത്സരിപ്പിക്കാനാണ് അനുമതി കൊടുത്തത്, അതല്ലാതെ ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കാനല്ല. ജനറൽ സീറ്റിൽ തരാറുണ്ട്, പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും ആ രീതിയിൽ വന്നിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2026 ഈ തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികൾക്കെതിരെ സമസ്തയിലെ ഒരു വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ തന്നെയാണ് ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവന. കാരണം ആ 2 സ്ഥാനാർത്ഥികളും സമസ്തയുടെ സ്ഥാനാർത്ഥികളല്ല എന്നും അവർ സമസ്ത അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികളല്ല എന്നും അത്തരം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് സമസ്തയ്ക്ക് താല്പര്യമില്ല എന്നുമാണ് ഇപ്പോൾ ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കുന്നത്. ഇത് സമസ്തയുടെ ഔദ്യോഗികമായ അഭിപ്രായമാണോ എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് പറയേണ്ടത്. പക്ഷേ സമസ്തയുടെ മുഷാവറ അംഗമാണ് പറയുന്നത് സമസ്ത നേരത്തെ ലീഗിന് അനുവാദം കൊടുത്തത് സംവരണ സീറ്റുകളിൽ, അത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് സംവരണം ഉള്ളത്, ആ സംവരണ സീറ്റുകളിൽ മത്സരിപ്പിക്കാനാണ് സ്ത്രീകളെ. അതല്ലാതെ ജനറൽ സീറ്റിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നതിനോട് സമസ്തയ്ക്ക് യോജിപ്പില്ല. സമസ്തയുടെ അഭിപ്രായത്തിന് യോജിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ലീഗിന് നല്ലത്. മുസ്ലിം ഭൂരിപക്ഷം കൂടുതലായി, മുസ്ലിം ജനങ്ങളിൽ കൂടുതലായി ആളുകളുള്ളത് സമസ്തയ്ക്കൊപ്പമാണ്. അതുകൊണ്ട് സമസ്തയെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത് എന്നൊരു താക്കീത് കൂടി നൽകുന്നുണ്ട്. നമുക്കറിയാം 2 മണ്ഡലങ്ങളിലാണ് ലീഗ് വനിതകളെ മത്സരിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് കുത്തുപറമ്പിൽ ജയന്തി രാജൻ, മറ്റൊന്ന് പേരാമ്പ്രയിൽ ഫാത്തിമ തെഹലിയ എന്നിവരാണ്. 2 വനിതകൾക്ക് പ്രാതിനിധ്യം ലീഗ് കൊടുക്കുമ്പോഴാണ് സമസ്ത ഈ രീതിയിലുള്ള ഒരു പ്രതികരണവുമായി രംഗത്ത് വരുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തത്, ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം, അതിൽ ഒളിച്ചുകളിയില്ല ലീഗിനെന്ന് ET മുഹമ്മദ് ബഷീർ വ്യക്തമാക്കിയ ഒരു ദിവസം കൂടിയാണ് സമസ്തയുടെ ഭാഗത്തുനിന്ന് ഈ പ്രതികരണം വരുന്നത്. തീർച്ചയായിട്ടും 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വിമർശനമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധത്തിന്റെ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ് ഫാത്തിമ തെഹലിയ എന്ന രീതിയിൽ INLന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ച് എളമരം കരീം ഇന്നലെ പ്രസ്താവന നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് എന്ന് ET മുഹമ്മദ് ബഷീർ പറയുകയും ചെയ്തു. അതേസമയം തന്നെ ജമാഅത്തെ ഇസ്ലാമി SDPI പോലുള്ള സംഘടനകളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ പാടില്ല, അവരുമായി രാഷ്ട്രീയമായി നീക്കുപോക്കൽ ഉണ്ടാകുന്നത് ശരിയല്ല എന്നുകൂടി ഉമർ ഫൈസി മുക്കം പറഞ്ഞു വെക്കുന്നു. ഒപ്പം ഇടത് സർക്കാരിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ഉമർ ഫൈസി തയ്യാറാവുന്നുണ്ട്. ഈ 10 വർഷവും മുസ്ലിം സംഘടനകളെ ശരിയാം വിധം പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉമർ ഫൈസി മുക്കം പറഞ്ഞു വെക്കുന്നത്.
ശരി, വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. സമസ്തയുടെ ഭാഗത്തു നിന്നാണ് പ്രതികരണം വന്നിരിക്കുന്നത്. ജനറൽ സീറ്റിൽ മാത്രം സ്ത്രീകൾ സ്ഥാനാർത്ഥികളായാൽ മതി എന്ന നിലപാടാണ് സമസ്തയുടെ ഭാഗത്തുനിന്ന്. നമുക്കറിയാം, സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട പലതരത്തിൽ സമസ്തയുടെ ഭാഗത്തുനിന്ന് അത്തരം തീരുമാനങ്ങളും പ്രതികരണങ്ങളും അതിന്റെ പേരിലുള്ള വിവാദങ്ങളും ഒക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന് മാത്രമാണ് സമസ്ത അനുവാദം നൽകിയത് എന്ന് പറയുമ്പോൾ ലീഗ് അനുവാദം ചോദിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.